ഭീഷണിയില്ലാത്തൊരു രാജ്യം ഉറപ്പായാൽ പലസ്തീനുകളുടെയും ഇസ്രായേലുകളുടെയും പ്രശ്നം തീരും. പക്ഷേ ഹമാസിന് മറ്റേതൊരു ഇസ്ലാമിക ഭീകര പ്രസ്ഥാനത്തെയും പോലെ യഹൂദരും ക്രിസ്ത്യാനികളും ഇല്ലാത്ത ലോകം കണ്ടേ തീരും. അതുകൊണ്ടാണ് ഹമാസിനെ നിരായുധീകരിക്കാത്ത ഒരു ഉടമ്പടിയും അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നത്. ഒറ്റുകാരെന്ന് സംശയിക്കുന്ന സ്വന്തം ജനത്തെ പോലും നിരത്തി നിർത്തി ഹമാസ് പരസ്യമായി കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ ഐക്യദാർഢ്യക്കാരൊഴികെയുള്ള ലോകം കണ്ടു. വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ അല്ലാഹു അക്ബർ വിളിച്ച് ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന അതേ രീതി. ഗാസയിലും ലിബിയയിലും നൈജീരിയയിലും ഇറാനിലും ഇറാഖിലുമൊക്കെ ഭീകരർ തുടരുന്ന ഈ നരഹത്യ കണ്ടിട്ടും ഭീകരർക്ക് സ്വാതന്ത്ര്യ സമര സേനാനി പട്ടം കൊടുക്കുന്നവരുണ്ട്. തീവ്രവാദത്തെ തീവ്രവാദം എന്ന് വിളിക്കാതെയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന ലാഭം ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലുണ്ട്. പക്ഷേ ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് വെച്ചു നീട്ടുന്ന ഈ പിന്തുണ കേരളത്തിന്റെ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ മുളകൾക്ക് വളമായി കഴിഞ്ഞു. നാളെ അവ വടവൃക്ഷങ്ങളാകും. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിന്റെ ഏക കാരണം ഹമാസ് അല്ലെങ്കിലും ഇസ്ലാമിക തീവ്രവാദവും യഹൂദ വിരുദ്ധതയും കൊണ്ടു നടക്കുന്ന ഹമാസ് ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ വഴങ്ങില്ല. അവശേഷിക്കുന്ന തുരങ്കങ്ങളിൽ നിന്നിറങ്ങി ജനങ്ങളെ കൊന്നൊടുക്കാനല്ലാതെ പലസ്തീൻ പുനർനിർമ്മാണത്തിൽ ഹമാസിന് ഒന്നും ചെയ്യാനാകില്ല. ഈ ഭീകര പ്രസ്ഥാനം ഏറ്റവും വലിയ നഷ്ടം വരുത്തിവെക്കുന്നത് പലസ്തീൻകാർക്ക് തന്നെയാണ്. പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും തീവ്രവാദികൾ വംശവെറിയുടെ പേരിൽ ക്രൈസ്തവരെ കൊന്നൊടുക്കുകയും ആട്ടിപ്പായിക്കുകയും ചെയ്യുമ്പോൾ ഗാസയിൽ അവർ സ്വന്തം ജനതയുടെ അന്തകരായിരിക്കുന്നു.